വളരെ വൈകാരികമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ദീദി മമതാ ബാനർജി പറയുന്നു, ഞാൻ രാജിവെക്കാം. അത് ഈ നഴ്സിംഗ് വിദ്യാർത്ഥി ഡോക്ടർമാർ സമരം നടത്തുകയാണല്ലോ പശ്ചിമബംഗാളിൽ. അത് കുറേ നാളായിട്ട് ആ പ്രശ്നം ഇങ്ങനെ നിൽക്കുക. ഡോക്ടറുടെ മരണവും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും അവരെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെ നോക്കിയിട്ട് അവർക്കത് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ നമ്മൾ തുറുപ്പ് ചീട്ടെന്നൊക്കെ പറയത്തില്ലേ ആളുകൾ, ആ തുറുപ്പ് ചീട്ടാണ് അവരിറക്കിയത്, ഞാൻ രാജിവെക്കാം. ആന്റി അഭിനയിക്കാന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാലേ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ആന്റിക്ക് അതിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല. നേരിട്ട് ആ കുട്ടിയുടെ മരണത്തിൽ ആന്റിക്ക് കൊലപാതകത്തിൽ ബന്ധമൊന്നുമില്ല. പക്ഷെ ആന്റിയുടെ കയ്യിലാണ് ഇന്നലെ ഈ വകുപ്പ്. ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല, നിങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിച്ചത്. ആരോഗ്യ വകുപ്പ് ആന്റിയുടെ ആരോഗ്യവും ആഭ്യന്തരവും എനിക്ക് തോന്നുന്നു ആന്റിയുടെ കയ്യിൽ. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രവർത്തി നെക്സസ് ഉണ്ട്. ഈ നെക്സസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, എല്ലാ മേഖലയിലും ഉണ്ടാവും. ഇവരവിടെ താങ്ങി നിർത്തുന്ന വോട്ട് ബാങ്ക് ഉണ്ട്. ഈ വോട്ട് ബാങ്ക് എന്ന് വെച്ചാൽ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള യാഥാസ്ഥികമായ ഒരു ഹിന്ദു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്. അത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വളരെ കുറവാണ്, ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ബംഗ്ലാദേശി മുസ്ലിംസ് വന്ന് അവിടെ പൗരത്വത്തിന് അവിടെ ലോക്കൽ മുസ്ലിംസും ഇവരുടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ഇവരെല്ലാം തന്നെ പല രീതിയിലുള്ള കള്ളക്കടത്തും ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആദ്യമുള്ള കോൺഗ്രസിന്റെ കൂടെ വന്നവർ ഈ പറഞ്ഞ അത്ര ഉടായ്പൊന്നല്ല, അവർ പൊതുവേ അവിടെയുള്ള ഒരു എലീറ്റാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആയമ്മ കൽക്കത്തയിൽ ഏറ്റവും വലിയ ഗോസിപ്പറാണ്. ഇവിടെ വലിയ മണിപ്പൂരി ഡാൻസൊക്കെ അമ്മ ഭയങ്കര ഗോസിപ്പറാന്ന് കേട്ടത്. അവരൊക്കെ പിന്നെ തൃണമൂലിൽ ചേരുന്നുണ്ട്. അവരൊക്കെ അവിടുത്തെ ഹൈ സൊസൈറ്റിയിലെ ആളുകളാണ്. ഇതാണ് ഇവരെ പണ്ടേ ഇവരെ സപ്പോർട്ടേഴ്സ് ഒരു വിഭാഗം. കൊൽക്കത്തയിലെ ഇവരെ പിടിക്കാൻ പാടായിരുന്നു. CPM അവസാനം ബുദ്ധദേവിന്റെ അണ്ടറിലാണ് കൊൽക്കത്തയിൽ കുറച്ച് സീറ്റുകൾ പിടിച്ചെടുത്തത്. അടുത്ത ഇലക്ഷന് മൊത്തം പോവുകയും ചെയ്തു. അന്ന് CPM നടത്തിയ വിലയിരുത്തൽ എനിക്ക് ഓർമ്മയുണ്ട്. അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി CPM-ന്റെ നമ്മൾ നഗരമേഖലകളിൽ മുൻപില്ലാത്ത ഇത് മുന്നേറി എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു, പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു ഇത്. എന്നാൽ നമ്മുടെ അടിസ്ഥാന മേഖലയായ ഗ്രാമീണ മേഖലയിൽ നമുക്ക് 5% വോട്ട് കുറഞ്ഞു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ തൊട്ടാടി താഴോട്ട് പോയി സംഭവിച്ചത്. ഇത് വെച്ചിട്ട് പിന്നെ ചെയ്തത് സെലീം ഗ്രൂപ്പിനെ കൊണ്ടുവന്ന് നന്ദിഗ്രാമിലാക്കി, ടാറ്റയ്ക്ക് സിംഗൂരിൽ കൊടുത്തു. അപ്പൊ ജനകീയ പ്രശ്നം രൂക്ഷമായി. ഇപ്പൊ എവിടെയാണോ പ്രശ്നം ഉണ്ടായത് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു മണ്ടൻ തീരുമാനം ബുദ്ധദേവിനെ ഞാൻ കുറ്റം പറയില്ല. കാരണം ഇവര് ഈ 25 വർഷം നശിപ്പിച്ചു കളഞ്ഞു. എനിക്കൊന്ന് പുള്ളിക്ക് അതിൽ നിന്ന് ഇവര് കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഈ പ്രായോഗിക ബുദ്ധിയുള്ള ആളുകളായിരുന്നു. അവരെ കാര്യം തിയററ്റീഷ്യന്മാരായിരുന്നു. അവരിപ്പോഴും ഒരുപാട് പൈസ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അവിടെ സഹകളെ ഭയങ്കര പാവങ്ങളാണ്. പക്ഷെ ഗുണ്ടായുസം ഉണ്ട്. ഗുണ്ടായുസം SFIന്റെ ഒക്കെ ഇവിടെ കാണുന്ന ഗുണ്ടായുസം അങ്ങനത്തെ ഗുണ്ടായുസം അവിടെ ഉണ്ട്. അപ്പോൾ ഗുണ്ടായുസം ഉണ്ട്. പിന്നെ ഈ പറയുന്നതിനെ മാതിരി ഈ മുഖവീടിയും വലിച്ചുകൊണ്ട് മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, ഈ മുഖവീടിയും വലിച്ചുകൊണ്ട് പിന്നെ ഈ തുരുമ്പെടുത്ത് അംബാസിഡർ കാറിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. കേരളത്തിൽ ഞാനത് ബെൻസ് ഉപയോഗിക്കുന്നു. അന്ന് അവിടെ അംബാസിഡർ കാറാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഞാൻ അവസാന കാലത്ത് ബെൻസ് ഉപയോഗിച്ചിരുന്നു. അപ്പം കേരളത്തിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, മാറി മാറി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നതുകൊണ്ട് എന്തും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല കോൺഗ്രസ് ഇനീഷ്യേറ്റീവ് എടുക്കും, അത് സമരം ചെയ്ത് ഇല്ലാതാക്കും. എന്നിട്ട് വരുന്ന സമയത്ത് ഇത് ചെറിയ മാറ്റങ്ങളോട് തന്നെ നടപ്പിലാക്കും. അങ്ങനെ പുരോഗതി ഉണ്ടായിരുന്നു. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പുരോഗതി ഇല്ല. പുരോഗതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നാട്ടിൽ വികസനം എന്താണെന്ന രീതി എന്തെങ്കിലും ചർച്ച അവിടുത്തെ ഈ CPM-ന്റെ കൂട്ടത്തിൽ പ്രായോഗിക ബുദ്ധിയും ഐഡിയോളജിയുടെ കമ്മിറ്റ്മെന്റ് എന്നാൽ പ്രായോഗിക ബുദ്ധി ഏറ്റവും കൂടുതൽ ബേബിക്കാണ്. MA ബേബിക്കാണ് ഇവിടെ കേരളത്തിലുള്ള നേതാക്കന്മാരിൽ. ബേബിക്ക് ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ വലങ്കാരനാണല്ലോ, ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് സഭയ്ക്ക് ബേബിനെ ഇഷ്ടമില്ലാത്തത്. സഭയ്ക്ക് വലിയ കാര്യമാണ്. ബേബിക്ക് ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്നാൽ നാട്ടിൽ വികസനം വരണം എന്നുള്ള കാഴ്ചപ്പാടുണ്ട് ബേബി. അതിന് ഓപ്പൺ ആണ്. അതിന് മുട്ടാപ്പൊക്കർത്താനും പോയി അതിന് അങ്ങനെയുള്ള ആളുകൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് കൊണ്ടുവന്ന ഈ ജ്യോതിബാസ് ഉൾപ്പെടെയുള്ള അവിടുത്തെ ഓൾഡ് ഗാർഡ്സ് അതിനെ എതിർക്കും. ഒരു സാധനം വന്നിട്ട് അവിടെ അംബാസിഡർ കാറിന്റെ കമ്പനി കൂട്ടിപ്പോയി. അങ്ങനെ ഒരുപാട് കമ്പനികൾ കൂട്ടി, കമ്പനികളെ ശവപ്പമായി മാറി. ഈ ട്രേഡ് യൂണിയൻസും തന്നെ അവിടെ കോൺഗ്രസും കയ്യിലെടുത്തു. അങ്ങനെ നിൽക്കണ്ടേ? പാലപ്പുഴ പോയാൽ മനസ്സിലാവും. CIT കാണിച്ചത് തന്നെയാണ്, ATC കാണിച്ചാണ് CIT കാണിച്ചത്, CIT കാണിച്ചാണ് INTUC കാണിക്കുന്നത്. അതാണ് സംഘിന്റെ മസ്തു സംഘം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആലപ്പുഴയിൽ വ്യവസായ മേഖല തകർന്നടിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. എല്ലാവർക്കും ഒരേ മുഖമായിരുന്നു, സ്റ്റൈലിനിസ്റ്റ് മുഖമായിരുന്നു. ആലപ്പുഴയിൽ വ്യവസായം തകർന്ന് അന്വേഷിച്ചാൽ മതി. പിന്നെ ഈ പിണറായി വിജയൻ വന്നപ്പോഴാണ് ഇത് നേരാക്കി നിർത്തി. കുറെ ട്രേഡ് യൂണിയൻസ് അങ്ങനെ കൺട്രോൾ ചെയ്തു. അവിടെ ഒരു പിണറായി വിജയൻ ഉണ്ടായില്ല. പിണറായി വിജയൻ വളരെ രാജിയിലായിട്ട് വന്ന ഒരാളാണല്ലോ ഇതിന്റെ കൂടെ. അവിടെ എന്ന് വെച്ചാൽ ഈ ബുദ്ധദേവ് ഓൾഡ് ഗാർഡ്സ് പെട്ട ഒരാളാണ്. പക്ഷെ
ഈ അംബാസിഡർ കാറൊക്കെ പൂട്ടിപ്പോയി, പിന്നെ ഈ അതുപോലെ ആ കമ്പനിയൊക്കെ പൂട്ടിപ്പോയി, അവിടെ പ്രൊഡക്ഷൻ നിർത്തിയല്ലോ. പിന്നെ അത് മാത്രമല്ല, അവിടെ ഗ്രാമീണ മേഖലയൊക്കെ കേരളം പോലല്ല, ഭയങ്കര ദാരിദ്ര്യമാണ്. ഈ ഗൾഫ് വേണമെന്ന് അവിടെ വന്നിട്ടില്ല. പിന്നെ ഈ ആസൂത്രണം ഇതുപോലെ നടപ്പിലാക്കിയിട്ടില്ല. ഭൂപരിഷ്കരണം ഇതേപോലെ നടപ്പിലാക്കിയില്ല. ഭൂപരിഷ്കരണം ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഇടത്തരക്കാരായ ജന്മിമാരും പാർട്ടിയായിട്ട് കോംപ്രമൈസ്ഡായി. പിന്നെ താഴോട്ടെത്തി, അതിന്റെ ഗുണവും കിട്ടിയില്ല. ഭൂപരിഷ്കരണം ഇവിടെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അതിനെ പിന്നെ താങ്ങാൻ ഗൾഫ് പണം വന്നു. പിന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, വിദ്യാഭ്യാസമൊക്കെ ശക്തിപ്പെട്ടാണ് നമ്മൾ പിടിച്ചത്. ഇതൊന്നും ബംഗാളിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബുദ്ധദേവിന് അപ്പം ബുദ്ധദേവ് പെട്ട റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വേണമെന്ന് തോന്നി. അതിന് നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് മൂപ്പര അങ്ങനെ സമീപത്തിന് പോയത്. അത് മൂപ്പര കുഴപ്പം കൊണ്ടല്ല, ഈ ജ്യോതിബാസൊക്കെ ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ ആദർശം വന്നുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ജ്യോതിബാസുവിന്റെ മോൻ കുറച്ച് ബിസിനസ് നടത്തി പൈസ ഉണ്ടാക്കി. ജ്യോതിബാസൊന്നും പൈസ ഒന്നും ഉണ്ടാക്കിയില്ല, മോനുണ്ടാക്കി. പിന്നെ ഇതായിരുന്നു അവിടുത്തെ സ്ഥിതി. അത് കൽക്കട്ട ന്യൂസ് സിനിമ, പിന്നെ വേറെ യുവ സിനിമ അല്ല മറ്റേ ഇയാളുടെ മണിരത്നത്തിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു അന്നത്തെ ബംഗാൾ എന്ന് വെച്ചാൽ. അതിലും ഭീകരമാണ് അവസ്ഥ. ഇനി വാസ്തുഹാര ഇടതുപക്ഷത്തോടൊക്കെ ആഭിമുഖ്യം ഉണ്ടായെന്ന് പറയുന്ന അരവിന്ദന്റെ സിനിമ ഉണ്ടായാലും മനസ്സിലാവും. അതിൽ മോഹൻലാല് അവിടെയുള്ള പാവങ്ങളെ അണ്ടമാനിലേക്ക് കൊണ്ടുവന്ന് നാമശുദ്ധരായി ബാധപ്പെട്ട ദളിത് ബാധപ്പെട്ട ആളുകൾ അങ്ങോട്ട് കൊണ്ടുവന്ന പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് മോഹൻലാൽ വരുന്നത്. അന്ന് മാവോയിസം ഉണ്ട് അവിടെ. മാവോയിസം എപ്പോഴും അവിടെ സ്ട്രോങ് ആണ്. അങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന ബംഗാൾ. അവിടെയാണ് മമത വരുന്നത്. അവിടെ ബുദ്ധദേവ് വലിയ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് സിൻസിയർ ആയിരുന്നു. പക്ഷെ സ്പീഡ് കൂടിപ്പോയി. പിന്നെ ഈ ഘടകങ്ങളെല്ലാം മമത ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങേക്കെതിരായി. പിന്നെ ഒന്ന് ജനങ്ങൾ എതിരായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പോലീസ് അത് ഭയങ്കരമായിട്ട് അവിടെ വയലേറ്റ് ചെയ്തു. ജനങ്ങളുടെ റൈറ്റ്സ് ഒക്കെ ഭീകരമായ അട്രോസിറ്റീസ് ആയിരുന്നു. അതിനെ ന്യായീകരിച്ചോലൊക്കെ ജെഎൻയുലൊക്കെ സഫ ഇല്ലാതായത് ഞാൻ ഉൾപ്പെടെ ആളുകൾ അന്ന് അതിനെ ന്യായീകരിച്ചു. ഞാൻ എസ് എഫ് ഐ മെമ്പറൊന്നായിരുന്നില്ല. പക്ഷെ ഞാൻ ജാഥയിൽ ഞാനും പോയിരുന്നു. വിശാല ഇടതുപക്ഷക്കാരനായിരുന്നു. ഞാൻ ക്രിസ്ത്യൻ കോളേജ് പഠിക്കാനാണ് എസ് എഫ് ഐ ഉണ്ടായി. എസ് എഫ് ഐ മെമ്പറൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളവിടെ സിവിൽ സർവീസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഒക്കെ ആയതുകൊണ്ട് അത് സജീവമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ജാഥയിൽ ഞാനും പോയി. ജാഥയിലൊക്കെ പോകും, മീറ്റിങ്ങിനൊക്കെ പോകുമായിരുന്നു. അപ്പം ജെഎൻയുലും പോയി, അവിടെയും പോയി. അപ്പം ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞാണ് ഈ അയമ്മ വരുന്നത്. അപ്പോൾ CPM-ന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞിട്ട് അന്ന് ഗുണ്ടാ ലോബിയൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം കുറെ അടി മേടിച്ചിട്ട് പിന്നെ കുറെ BJP പോയി ചേർന്ന്, കുറച്ചെണ്ണം ഇതിനും ചേർന്നു. പിന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു മാഫിയ ഉണ്ട്, ഈ ബംഗ്ലാദേശി മാഫിയ. ആ മാഫിയ എന്ത് ചെയ്തു, ഇവരെ കൂടെ ചേർന്നു. ഇവരാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. എല്ലാ മേഖലയിലും അഴിമതിയുണ്ട്, ഇങ്ങനത്തെ തട്ടിപ്പുണ്ട്. അതാണ് ഈ പെൺകുട്ടി പുറത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്രയും ഭീകരമായി കൊന്നത്. അത് മറ്റു പലർക്കും ഉള്ള ഒരു വാണിംഗ് കൂടിയായിരുന്നു. പക്ഷെ അത് കൈവിട്ടു പോയി. ഡോക്ടർമാർ സ്റ്റോഞ്ച് നിലപാടെടുത്തോളൂ. ഡോക്ടർമാരും സപ്ലൈമാരോടും കളിക്കില്ലെന്ന് പോയി. ഡോക്ടർമാരോട് കളിച്ചാൽ പണി കിട്ടും, അതുപോലെ സപ്ലൈമാരോട് കളിച്ചാലും പണി കിട്ടും എന്ന് പോയി. അതാണ് അവരിപ്പോ വിട്ടുവീഴ്ചക്ക് തയ്യാവുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹെൽത്ത് ഈ പറഞ്ഞ ഡോക്ടർമാരുടെ സംഘടനയുള്ള തലപ്പത്തുള്ള ആരും ഇതിൽ ഈ മാഫിയയുടെ ഭാഗമല്ല. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായ നിലപാടെടുത്ത് ഡോക്ടർമാർ. അല്ലെങ്കിൽ അവരെ എവിടെയും കോംപ്രമൈസ് ചെയ്യും. അവർക്ക് തമ്മിലാണ് പ്രശ്നമായി. ആ സംഘടന തലപ്പത്തുള്ള ആരെങ്കിലൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇത്രയും സ്ട്രോങ് ആവില്ല. ഇത് അവർ വളരെ സ്റ്റേൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേറെ രക്ഷയില്ല. ഈ ആരോഗ്യരംഗത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഭരിക്കാൻ പറ്റിയില്ലെങ്കിൽ ജനങ്ങൾ മൊത്തം എതിരാവും. ഡോക്ടർമാരാണെങ്കിൽ അവർക്ക് അത് അറിയാം, അവരുടെ പവർ അവർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ കോംപ്രമൈസ് ചെയ്യാത്തത്. ഇത് ശരിയായ കൾപ്രിറ്റ്സിനെ നാബ് ചെയ്യണം. ഈ മറ്റവൻ വെറും ഹാൻഡ് മാത്രമാണ്. അതിനിടയ്ക്ക് ഞാൻ കേട്ടെന്ന് വെച്ചാൽ ഈ പീഡന ദൃശ്യങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിയെന്ന് കിട്ടും. അങ്ങനെ ന്യൂസ് കണ്ട് അതിന് വെരിഫൈ ചെയ്യണം. ഞാനത് ഏതൊരു യൂട്യൂബ് ചാനൽ തന്നെ കണ്ടത്. വെരിഫൈ ചെയ്യണം, അതും കേട്ടു ഞാൻ. അപ്പൊ ഇത് പക്ഷെ ഒരു മെഡിക്കൽ മാഫിയാണ്. ഇവൻ മാനസിക രോഗം കൊണ്ടൊന്നല്ല, ഇവൻ കൊട്ടേഷനാ, ബലാത്സംഗ കൊട്ടേഷനാ. ക്രിസ്റ്റഫർ സിനിമേന്റെ ആ ഒരു പെങ്കൊച്ചിനെ കൊല്ലുന്ന പോലെയാണ്. അപ്പൊ അത് കൃത്യമായി നാബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ ആത്മാവിന് ശാന്തി കിട്ടിയത്. ഇനിയും സിൻസിയാരിറ്റി ഉള്ള മെഡിക്കൽ പ്രൊഫഷണൽസിന് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാവും. ആയമക്ക് പക്ഷേ മാഫിയനെ തൊട്ട് കളിച്ച് ആയമ വിടും. ആമേന്റെ ബന്ധുക്കളൊക്കെ ഇതിന്റെ വളായി ഇവരൊക്കെ സഹായത്തോടു കൂടിയായി ഇലക്ഷൻ ജയിച്ചിട്ടുണ്ടാവും. നിലനിർത്തുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അത് മോഡി സമയം നോക്കിക്കാണ് പിടിച്ച് താഴെ ജനങ്ങളെ കൊണ്ട് തന്നെ ആയടിപ്പിക്കുക. കാരണം മോഡിക്ക് അവിടെ വേറെ അജണ്ട ഉണ്ട്. മോഡി ബംഗാൾ നശിച്ച് നാണക്കല്ലെടുത്തുന്ന ഫലഭൂഷ്ടമായ പ്രദേശമാണ്. BJP-യുടെ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് മോഡിയുടെ പ്രതീക്ഷ. പക്ഷെ അത് ഇവരെ പിന്നെ പിടിച്ച് പുറത്താക്കിയിട്ടൊന്നും വേണ്ട, ഇലക്ഷനിലൂടെ തന്നെ വരണമെന്നാണ്. അപ്പം അവിടുന്ന് ഒരു കോംപ്രമൈസും പ്രതീക്ഷിക്കണ്ട ഈ വിഷയത്തിൽ മോളൊന്ന്. അപ്പൊ അതുകൊണ്ടാണ് അവസാനത്തെ കരച്ചില്. വളരെ വികാരഭരിതമായിട്ട് അല്ല, അവര് അത് മുതലക്കണ്ണീരൊന്നല്ല, അതിൽ അവർക്ക് വിഷമൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ പ്രോസസ് അഭിനയമാണ്, കണ്ണീർ അഭിനയമല്ല. പക്ഷെ അവരുടെ നിലപാട് അഭിനയം. ഇവര് 2 മണിക്കൂറോളം ഈ കാത്തിരുന്നല്ലോ, ഡോക്ടർമാരുടെ സംഘത്തെയൊക്കെ കാത്തിരിക്കുകയൊക്കെ ചെയ്തു. ഈ ഡോക്ടർമാരൊക്കെ എടുത്ത പോലെ നിലപാട് നമ്മളൊക്കെ എടുത്താൽ മതി. നമ്മൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് എടുത്താൽ മതി. എടുക്കാത്തതാണ് പ്രശ്നം. പിന്നെ 5-ാം പത്തികൾ ഉണ്ടാവരുത്. 5-ാം പത്തികളാണ് എല്ലാ പ്രസ്ഥാനങ്ങളും തോൽപ്പിച്ചു കളയുന്നത്. ഈ കൂട്ടത്തിൽ ഒരുത്തനുണ്ടാവും.
അവൻ കുത്തിത്തിരിപ്പുണ്ടാകും. അപ്പോൾ ഒരു വിഭാഗം പോയി ചർച്ച ചെയ്യും, മറ്റുള്ളവരെ എന്നിട്ട് പുറത്താകും. ഇത് ഗവൺമെന്റ് മിഷനറി ഉപയോഗിച്ച് ഇതിപ്പം കേന്ദ്രത്തിൽ BJP ആയതുകൊണ്ടാണ്. മോഡി BJP എന്ന് പറയണ്ട, BJP ടീമായ ടീമൊക്കെ ഉണ്ട്. മോഡി അപ്പുറത്തുള്ളൂ. മോഡി അമിത്ഷാ ഈ പറഞ്ഞ ടീമാണല്ലോ. ഇവർ ചില കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല. അപ്പോൾ എന്തായാലും മമത ഇത് ഇങ്ങനെ വികാരഭരിതമായി സംസാരിക്കുന്നു, രാജിവെക്കാം എന്ന്. അത് ഇങ്ങനെ പറയാതെ രാജിവെക്കുന്നെങ്കിൽ വെക്കട്ടെ. ഇനി വേറെ കാര്യമുണ്ടല്ലോ, അയമ രാജിവെച്ച ഇതിലും അലമ്പ് ടീമാക്കി വരാൻ പോകും.